നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ താൽപര്യമില്ലെന്ന് ഡോക്ടർമാർ. അമിതമായ ജോലിഭാരവും രാഷ്ട്രീയ സമ്മർദ്ദവും മൂലം വലയുകയാണ് തങ്ങളെന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലെന്ന കാര്യം അധികൃതർ മനഃപൂർവ്വം മറക്കുന്നതായും ആരോപണമുണ്ട്. അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നുവെന്ന് ഡോക്ടർമാർ. നിയമാനുസൃതം ജോലി ചെയ്യുന്ന തങ്ങളെ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകി MLA അടക്കമുള്ളവർ ബുദ്ധിമുട്ടിലാക്കുന്നതായും ഡോക്ടർമാർ വെളിപ്പെടുത്തി. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ആരും മനസ്സിലാക്കുന്നില്ല. രാത്രി ഇവരിങ്ങനെ വന്ന് ഇങ്ങനെ പൊളിറ്റിക്കലി നമ്മളെ ഹരാസ് ചെയ്താലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും നമുക്ക് ഇതിന്റെ പിന്നാലെ കടലാസ് മേടിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ഫ്രീസർ റിക്വസ്റ്റിൽ ബോഡി വെക്കാനാണെങ്കിൽ ഇത് ഓഫീസ് വഴി പോട്ടെ, ഡോക്ടർ അതിന് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഈ ജൂനിയർ ഡോക്ടേഴ്സ് നമ്മൾ കെഞ്ചി കരഞ്ഞി കൊച്ച് സജന നമ്മൾ പറഞ്ഞ് ഇവിടെ NHM-ൽ 3-4 മാസങ്ങൾ ദൂരം പറഞ്ഞു വന്ന ഡോക്ടറാണ്. എന്നിട്ട് ആ ഡോക്ടറിന് എന്തോരം മാനസിക സന്തോഷം ഉണ്ടായി. നമ്മളൊരു പുതിയ ഡോക്ടറിനോട് വരുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഡ്യൂട്ടി എടുക്കാൻ പറയും. ഈ ആശുപത്രിയിൽ 2 CMO പോസ്റ്റ് ഒഴിവുണ്ട്. ഫോറൻസിക് സർജൻ ഇല്ല. ജനറൽ OPയിൽ പേഷ്യൻസിനെ പരിശോധിക്കുന്ന ഡോക്ടറാണ് ആ ഡ്യൂട്ടി കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. PSC വഴി ഇവിടേക്ക് എത്തിയ ജൂനിയർ ഡോക്ടർ അസുഖം മൂലം ജോലി ഉപേക്ഷിച്ചു പോയി. ആ ഒഴിവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് 6 മാസത്തിൽ ഏറെയായി. പുതിയ CMO ഇനിയും വന്നിട്ടുമില്ല. പുതിയ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ജനറൽ മെഡിക്കൽ ഓഫീസറെ ആലുവയിലേക്ക് നിയമിച്ചിട്ടുണ്ട്. പകരം ഇവിടേക്ക് ആളെ നിയമിച്ചിട്ടില്ല. ഫിസിഷ്യനുമില്ല. ഇപ്പോഴുള്ള ഡോക്ടർമാർ പലരും ദൂരെ നിന്നും വന്ന് ജോലി ചെയ്യുന്നവരാണ്. പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലി ചെയ്യാൻ ഡോക്ടർമാർക്ക് താൽപര്യമില്ലെന്ന് സീനിയർ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോസ്ന പറയുന്നു. കാരണം അമിതമായ ജോലിഭാരവും സൗകര്യക്കുറവും തന്നെ. നമുക്ക് കാഷ്വാലിറ്റിയിൽ രാത്രി 1:30 മണിക്ക് 2:30 മണിക്ക് വീട്ടിൽ മരിച്ച ആൾക്കാരെ എങ്ങനെയാ മരിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർ. ഞാൻ പനമ്പള്ളി നഗറിൽ നിന്ന് 2023 ഇവിടെ വന്നു. 40 കിലോമീറ്റർ എന്നും ട്രാവൽ ചെയ്ത് ഡ്യൂട്ടി എടുക്കാൻ വരുന്ന ഡോക്ടറാണ് ഞാൻ. 2:30 മൂന്നാം ദിവസം നൈറ്റ് എടുക്കുന്നു. ഇവിടെ 2 CMO പോസ്റ്റ് വേക്കൻ്റ് ഉണ്ട്. ഇവിടെ ഫോറൻസിക് സർജൻ, എത്രയും പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിൽ ഫോറൻസിക് സർജന്റെ പോസ്റ്റ് ഇല്ല. ജനറൽ OPയിൽ രാവിലെ പനി ഛർദിക്കാരെ നോക്കുന്ന ഡോക്ടറാണ് ഇവിടെ പോയി ഇടയ്ക്ക് പോലീസിന്റെ ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഈ എല്ലാ മേഖലകളിലും ഇവിടെ നോക്കിയാൽ ഡെഫിഷ്യൻസീസ് പോസ്റ്റ് കുറവും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടർ PSC ഇതിൽ വന്നിട്ട് അസുഖം മൂലം റിസൈൻ ചെയ്തു പോയി, ജൂനിയർ ഡോക്ടർ. ആ പോസ്റ്റ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം more than 6 months ആയി അല്ലേ. ഒരു പുതിയ CMO വന്നിട്ടില്ല. ഇപ്പോഴത്തെ ജനറൽ ട്രാൻസ്ഫറിന്റെ റൂള് വന്നു 2026 ആലുവയിലേക്ക് ആലുവ ജനറൽ ഹോസ്പിറ്റൽ DH-ലേക്ക് ഇവിടുത്തെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെ അങ്ങോട്ട് ഇട്ടു റിക്വസ്റ്റ് പ്രകാരം. പകരം ഇങ്ങോട്ട് ഒരു ഡോക്ടറിനെ ഇട്ടിട്ടില്ല. 2 CMO വെച്ച് നടത്തുന്ന 24 മണിക്കൂർ കാഷ്വാലിറ്റി എടുക്കുന്ന ഹോസ്പിറ്റലാണിത്. അപ്പോൾ ഇവിടെ ഡോക്ടർമാർക്ക് ജോലി എടുക്കാൻ താല്പര്യമില്ല. ഇവിടുത്തെ ജനം ഇത് അറിയണം. എന്തുകൊണ്ട് താല്പര്യമില്ല? ഈ ഡ്യൂട്ടിയിലുള്ള ബുദ്ധിമുട്ട് കാരണം. ഫിസിഷ്യനും ഇല്ല. ഇവിടെ 2 നല്ല ഡോക്ടർമാരുണ്ടായിരുന്നു. 2 പേരെ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വന്നേക്കണ ഡോക്ടർ മിക്കവരുടെ വീടും ദൂരെയാണ്. തിരുവനന്തപുരത്താണ് മിക്കവരുടെ വീടും. എൻ്റെ വീട് പനമ്പള്ളി നഗറിൽ നിന്ന്. ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ 84 വയസ്സായ ഫാദറിൻലോയും 76 വയസ്സായ മദറിൻലോയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എൻ്റെ 10 വയസ്സായ മോളെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഡ്യൂട്ടിക്ക് വരുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ അനാവശ്യ ഇടപെടലുകളും സമ്മർദ്ദങ്ങളും വേറെ. MLA അടക്കമുള്ള ആളുകൾ ദിവസേന നൽകുന്ന മനോവിഷമങ്ങൾ നേരിട്ട് എങ്ങനെ ജോലി ചെയ്യുമെന്നാണ് ഡോക്ടർമാർ ചോദിക്കുന്നത്. മാനുഷികമായ ഒരു പരിഗണനയും അധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിക്കാറില്ലെന്ന് വേദനയോടെ ഡോക്ടർമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സു തുറന്നു. നിങ്ങളെല്ലാവരും ഈ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി വന്നറിയാം, ഉച്ചതിരിഞ്ഞ് രാത്രിയിലും കാഷ്വാലിറ്റിയിൽ ഒരു നീണ്ട നിരയാണ്. ആ നീണ്ട നിര മുഴുവൻ അത്യാഹിതമാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ചൊറിയും ചിരങ്ങും ജലദോഷവും അടക്കമുള്ള ആളുകൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് ഏറ്റവും അടിയന്തരമായി പ്രയോറിറ്റൈസ് ചെയ്ത് ചികിത്സ കൊടുക്കേണ്ട, ജീവൻ രക്ഷിക്കേണ്ട രോഗികളുടെയാണ്.
ഇവിടെ ഒരു ട്രയാജ് സിസ്റ്റം, നമുക്കറിയാം ട്രയാജ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലി സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഒരു രോഗി വന്നു, ഏത് രോഗിക്കാണ് ഏറ്റവും അടിയന്തരമായി ചികിത്സ കൊടുക്കേണ്ടത്? ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ നമ്മൾ ഏറ്റവും ആദ്യം ചികിത്സ കൊടുക്കണം. അതിനുശേഷം അത് റെഡ് കാറ്റഗറിയാണ്. അത് കഴിഞ്ഞ് ഗുരുതരമല്ലാത്തത് ഒരു യെല്ലോ കാറ്റഗറി. ഗ്രീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് OP കേസ് മതി. അങ്ങനെ തരംതിരിക്കാൻ വേണ്ടി ഒരു ട്രയാജ് സംവിധാനം ഇവിടുത്തെ മിക്കവാറും നമ്മുടെ ജനറൽ ആശുപത്രിയിൽ ഉണ്ടാവും. ഒരുപക്ഷെ വിരലിൽ എണ്ണാവുന്ന ആശുപത്രിയിൽ ഒഴികെ മറ്റെവിടെയും തന്നെ ഈ ട്രയാജ് സിസ്റ്റം നടപ്പിലായിട്ടില്ല. അതിൻ്റെ ഒപ്പം നമുക്കറിയാം ഇവിടെ ഒരു CMO മാത്രമാണ് ഉച്ചരിഞ്ഞ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഡ്യൂട്ടിയിലുള്ളത്. ആ ഡോക്ടർക്ക് ഇത്തരത്തിലുള്ള OP കേസുകൾ നോക്കണം, അടിയന്തരമായി വരുന്ന കേസുകൾ നോക്കണം. അതിൻ്റെ ഒപ്പം പോലീസ് കൊണ്ടുവരുന്ന കേസുകൾ, മുറിവുമായി ആക്സിഡൻ്റായി വരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നതിൻ്റെ പേരിൽ വരുന്ന ഡ്രങ്കൺനെസ് സർട്ടിഫിക്കറ്റ്, ഈ ഓരോ സർട്ടിഫിക്കറ്റും കൃത്യമായി എഴുതാൻ ഈ ഡോക്ടർമാർ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും പിശകുണ്ടായാൽ കോടതിയിൽ പോകുമ്പോൾ അവിടെ നമ്മൾ നിർത്തിപ്പൊരിക്കും. ഈ ഡോക്ടർ എന്തുകൊണ്ട് അത് എഴുതിയില്ല, ഇത് എഴുതി വ്യക്തമല്ലല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും കടുത്ത സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നേരത്തെ ഡോക്ടർ ജോസിനെ പറഞ്ഞതുപോലെ ഒരു CMO അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം ഇവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ കഴിയാതെ ജോലി രാജിവെച്ച് പോയി. അതിന് പകരം ആരും വന്നിട്ടില്ല. ഇവിടുത്തെ മറ്റൊരു ഡോക്ടറെ ആലുവയിലേക്ക് ട്രാൻസ്ഫറിനിട്ടു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ ഒരാളില്ല, അവരെ നിയമിക്കാനായിട്ട് ഗവൺമെൻറ്റിന് യാതൊരുവിധ ഒരു താല്പര്യവുമില്ല. അപ്പോൾ ഇനി ഇവിടെ ഇത്തരത്തിൽ ഏറ്റവും ക്ലേശകരമായ സാഹചര്യത്തിലൂടെ ആത്മാർത്ഥതയോട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ, ഏറ്റവും ജൂനിയർ ആ ഡോക്ടർക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട ഒരു കാര്യമില്ല. സത്യത്തിൽ അവർ വന്നു അവരുടെ പ്രൊഫഷനോട് നീതി പുലർത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജോലി ചെയ്ത് ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കിട്ടുന്ന കൂലി എന്താണ്? നമുക്കെല്ലാവർക്കും, എനിക്കറിയാം, ആർക്കും നിയമങ്ങളൊന്നും അറിയണ്ട. ഒരു ബോഡി ഫ്രീസറിൽ വെക്കാൻ എന്ത് വേണം? എന്തായാലും ഒരാൾ മരിച്ചൊരു ഒരു ബോഡിയല്ലേ നമ്മൾ ഫ്രീസറിൽ വെക്കുക. അയാൾ മരിച്ചു എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഒരു കൗൺസിലറാണോ അയാൾ മരിച്ചു എന്ന് തീരുമാനിക്കുന്നത്? ഒരു കൗൺസിലറുടെ കത്ത് മാത്രം മതിയോ? അപ്പോൾ ആദ്യം തന്നെ ഒരു ബോഡി ഫ്രീസറിൽ വെക്കണമെങ്കിൽ അയാൾ മരിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് വേണം. അയാൾ മരിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതൊരു മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ ആയുർവേദമോ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അത് സർട്ടിഫൈ ചെയ്താൽ ആ ബോഡി ഫ്രീസറിൽ വയ്ക്കാം. അത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കൗൺസിലർ പറയുകയാണ് ഇതിന് നിയമപരമായ യാതൊരു തടസ്സമില്ല. നിയമപരമായ ഒരു അദ്ദേഹത്തോടുള്ള ആ ബഹുമാനം മുഴുവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് അതിന് നിയമപരമായി തടസ്സമില്ലെന്നൊരു കൗൺസിലർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളെല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്ക് സർക്കാർ കൃത്യമായിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള നിയമങ്ങളും ഗൈഡ് ലൈനും മാത്രം അനുസരിച്ചാണ് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താണ് പറ്റിയത്? ഒരു രാത്രി ആ ഒരു ബോഡി കൊണ്ടുവരുന്നു. ഇവിടെ നമ്മുടെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിലേക്ക് ആംബുലൻസ് കയറി വരുന്നില്ലേ? ഇവിടെ മുമ്പിലേക്ക് കൊണ്ടുവരാതെ പുറകുവശത്ത് മോർച്ചറിയിലേക്കാണ് നേരെ കൊണ്ടുപോയത്. ഈ രാത്രി സമയത്ത് ഇവിടെ നമുക്കറിയാം ആ മോർച്ചറിയിൽ എന്തുമാത്രം ദുഷ്കരമാണ് അവിടെ പോയൊരു പേഷ്യൻറ്റിനെ നോക്കുന്നത്. ആംബുലൻസ് കയറി ആ രോഗിയെ നോക്കി മരണം ഉറപ്പുവരുത്തുന്നവരൊരു ആംബുലൻസ് കയറി മരണം ഉറപ്പുവരുത്തുന്നു. പൾസ് പിടിച്ചു, കരോട്ടിഡ് നോക്കി മരിച്ചു എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ECG എടുത്ത് നോക്കണം. ആശുപത്രിയിലാണ് ഒരു ECG എടുത്ത് അത് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ ഡോക്ടറെ ആക്ഷേപിക്കുകയാണ് അവരെല്ലാവരും ചെയ്തത്. നമുക്കറിയാം പലപ്പോഴും ഇത്തരത്തിൽ കോർപ്പറേറ്റ് ആശുപത്രിയിൽ ഇന്ന് വരെ ഒരു രോഗി മരിച്ചു എന്ന് സർട്ടിഫൈ ചെയ്തിട്ട് പിന്നീട് അയാളെ സംസ്കരിക്കുന്നതിന് മുമ്പ് അയാളെ കൈ അനങ്ങി കാലനങ്ങി എന്ന് പറഞ്ഞ് വിവാദമുണ്ടായ നാടാണിത്. അവിടെ ആശുപത്രിയിൽ ഒരു രോഗി വന്നാൽ മരണം ഉറപ്പാക്കാനായി ECG പരിശോധന നടത്തണമെന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ അത് ആ ഡോക്ടറുടെ കഴിവുകേടാവുന്നത് എങ്ങനെയാണ്? അതുമാത്രമല്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങളിവിടെ ഈ പ്രതിഷേധിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ വരുന്ന ഓരോ രോഗികൾക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകണമെങ്കിൽ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റണം. ഇവിടെ നിയമപരമായി ചട്ടങ്ങൾക്കനുസരിച്ച് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു ജനപ്രതിനിധി MLA തന്നെ, ഇപ്പോൾ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല, MLA വന്ന് ഈ കാഷ്വാലിറ്റി വന്ന് അധിക്ഷേപിക്കുകയും കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.